ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മലബാറുകാരുടെ ഒന്നടങ്കമുള്ള പ്രതീക്ഷയും വികസന സ്വപ്നങ്ങളും തകർത്തിരിക്കുകയാണ് ചിലരുടെ സങ്കുചിത മനോഭാവങ്ങൾ. വലിയ വിമാന കമ്പനികൾ പോലും നല്ല സേവനങ്ങൾ നൽകി ഇഷ്ടപ്പെട്ടിരുന്നു കരിപ്പൂർ വിമാനത്താവളത്തെ. എന്നാൽ ചിലരുടെ ഇടപെടലുകൾ ചിറകൊടിഞ്ഞ കരിപ്പൂരിന് നല്ല നാളുകൾ സമ്മാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രധാന വാർത്തകളിലേക്ക്. കരിപ്പൂർ വിമാനത്താവളത്തോട് അധികൃതർ കാട്ടുന്ന അനാസ്ഥയ്ക്കെതിരെ കോഴിക്കോട്ട് നടക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 2ാം ദിവസത്തിലേക്ക്. കൊയിലാണ്ടി സ്വദേശി രഞ്ജിത്തിന്റെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കളും കർമ്മസമിതിയും രംഗത്ത്. പോലീസുകാരിൽ നിന്നും അകാരണമായി മർദ്ദനമേറ്റ നാക്കോല സ്വദേശിനിയായ വൃദ്ധ മർദ്ദിച്ചവർക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങുന്നു. വാർത്തകൾ വിശദമായി. വിമാനത്താവളത്തിന്റെ വികസന പ്രവർത്തനം ത്വരിതപ്പെടുത്താൻ രാഷ്ട്രീയ തലത്തിൽ സമ്മർദ്ദം ശക്തമാക്കാൻ ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്ന് കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രി ഉത്തരമേഖലാ പ്രസിഡന്റ് ആഷിഖ് പരോൽ. കരിപ്പൂർ വിമാനത്താവളത്തിന് അധികൃതർ കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട്ട് നടക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന്റെ 2ാം ദിനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ ചിറകരിയാൻ ആരെയും അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മാനാഞ്ചിറയ്ക്ക് സമീപം നടക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 2ാം ദിവസത്തിലേക്ക് പിന്നിട്ടു. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ്, മലബാർ ഡെവലപ്മെന്റ് ഫോറം, പ്രവാസി സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വിവിധ സംഘടനകളും സമരപന്തലിൽ എത്തിച്ചേരുന്നുണ്ട്. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രിയും അഭിവാദ്യവുമായി എത്തി. വിമാനത്താവളത്തിന്റെ വികസന പ്രവർത്തനം ത്വരിതപ്പെടുത്താൻ രാഷ്ട്രീയ തലത്തിൽ സമ്മർദ്ദം ശക്തമാക്കുവാൻ ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്ന് ചേംബർ ഉത്തരമേഖലാ പ്രസിഡന്റ് ആഷിഖ് പരോൽ പറഞ്ഞു. വെറും 25 സർവീസുകൾ മാത്രമെടുത്ത കേവലം ചെറിയൊരു എയർപോർട്ടായ കോഴിക്കോട് എയർപോർട്ടിൽ റീകാർപ്പറ്റിംഗ് പരിപാടി നടത്തുന്നതിന് വേണ്ടി 18 മാസവും 2 കൊല്ലം എന്നുള്ളത് അതും ഇതുവരെ തുടങ്ങിയിട്ടില്ല. വളരെ ആശ്ചര്യമുളവാക്കുന്നതാണ്. ഉദ്യോഗ തലത്തിൽ മാത്രമല്ല, രാഷ്ട്രീയ തലത്തിലും ഇതിൽ പ്രസക്തിയുണ്ട്. ഉദ്യോഗസ്ഥരുടെ മാത്രം പ്രശ്നമല്ല ഇതിൽ. ചേംബർ മുൻ പ്രസിഡന്റ് ടി വി മുഹമ്മദ് മുസ്തഫ, വൈസ് പ്രസിഡന്റ് മാത്യു കൊട്ടാരം, ഡയറക്ടർമാരായ എം ബഷീർ, റോയ് എന്നിവർ സംഘത്തോടൊപ്പമുണ്ടായിരുന്നു. 2ാം ദിന സത്യാഗ്രഹ സമരത്തിന് ഷവലർ സി ചാക്കുണ്ണി, പി ഗംഗാധരൻ, TPM ആഷിർ അലി, TPM സാഹിർ, അനിൽ ബാബു എന്നിവർ നേതൃത്വം നൽകി. ചെറുകുളത്തൂർ കല്ലേരി ചെട്ടിക്കടവ് PWD റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാനാഞ്ചിറ PWD കോംപ്ലക്സിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ നായർ ധർണ ഉദ്ഘാടനം ചെയ്തു. കല്ലേരി ചെട്ടിക്കടവ് PWD റോഡിന്റെ ശോചനാവസ്ഥ പരിഹരിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച റോഡ് സംരക്ഷണ സമിതി റോഡിന്റെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തി റോഡ് വീതി കൂട്ടി റീടാറിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് സ്ഥലം MLA അഡ്വക്കേറ്റ് PT റഹീം മുഖേന കൂട്ടനിവേദനം സമർപ്പിക്കുകയുണ്ടായിരുന്നു. കൂടാതെ പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവരെ നേരിട്ടും റോഡിന്റെ ദുഷ്കരമായ അവസ്ഥ ബോധ്യപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് റോഡ് റീടാറിംഗ് ചെയ്യുന്നതിന് 20 ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് ബന്ധപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ തയ്യാറാക്കി മേലധികാരികൾക്ക് അയച്ചിരുന്നുവെങ്കിലും ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ നിന്നും ഇതുവരെ അതിന് അനുമതി ലഭിച്ചിട്ടില്ല. അസഹനീയമായ യാത്രാക്ലേശത്തിന് പരിഹാരം കാണുന്നതിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിഷേധാത്മക സമീപനം തിരുത്തണമെന്നാവശ്യപ്പെട്ടും അടിയന്തരമായി റോഡ് റീടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മാനാഞ്ചിറ PWD കോംപ്ലക്സിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തിയത്. പ്രകടനമായാണ് പ്രവർത്തകർ ധർണയ്ക്കെത്തിയത്. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ നായർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഏത് കാര്യവും ശക്തിമത്തായ പ്രക്ഷോഭത്തിലൂടെ ആകെ വലിയ രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഇബ്രാഹിം കുഞ്ഞിനെ പോലത്തെ ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാര്യങ്ങൾ നീക്കുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്.
കല്ലേരി ചെട്ടിക്കടവ് PWD റോഡ് സംരക്ഷണ സമിതി പ്രസിഡന്റ് വി ശശിധരൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി TP മാധവൻ, പെരുവയിൽ പഞ്ചായത്ത് അംഗങ്ങളായ P അനിത, TN ചന്ദ്രശേഖരൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, പെരുവയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KR സുബ്രഹ്മണ്യൻ, T നാരായണൻ നായർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് പ്രവർത്തകർ PWD റോഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് നിവേദനവും സമർപ്പിച്ചു. പോലീസുകാരിൽ നിന്നും അകാരണമായി മർദ്ദനമേറ്റ നാക്കോല സ്വദേശിനിയായ വൃദ്ധ തന്നെ മർദ്ദിച്ചവർക്കെതിരെ നിയമ പോരാട്ടത്തിൽ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് സുബൈദയും പേരമകൾ റജുലയും. വെളിയങ്കോട് നാക്കോലയിൽ താമസിക്കുന്ന പുളിക്കലകത്ത സുബൈദ എന്ന 66-കാരിയാണ് SAക്കെതിരെ പരാതിയുമായി മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിലെത്തിയത്. വൃദ്ധയുടെ പരാതിയിൽ പറയുന്നത് ഇപ്രകാരമാണ്. സുബൈദയും പേരമകളും മകനും ഒരുമിച്ചാണ് താമസം. 4 വയസ്സുള്ള പേരക്കുട്ടിയും അയൽവീട്ടിലെ സമപ്രായക്കാരനായ മറ്റൊരു കുട്ടിയും തമ്മിൽ കളിക്കിടെ അടിപിടിയുണ്ടാകുകയും സുബൈദയുടെ പേരക്കുട്ടിയുടെ പല്ല ഇളകിപ്പോകുകയും ഉണ്ടായി. സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്തർക്കമാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. ഇതിനുശേഷം അയൽക്കാരനായ കൃഷ്ണൻകുട്ടി എന്നയാൾ മദ്യപിച്ചെത്തി അസഭ്യം പറയുകയും വീട്ടിലേക്ക് കല്ലെറിഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായി. അടുത്ത ദിവസം പെരുമ്പടമ്പ് പോലീസിൽ പരാതി നൽകി. സ്റ്റേഷനിൽ വെച്ച ഇരു കൂട്ടരുടെയും സമ്മതത്തോടെ പ്രശ്നം രമ്യമായി പരിഹരിച്ചു. എന്നാൽ അടുത്ത ദിവസം രാവിലെ SIയും പോലീസുകാരും സുബൈദയുടെ വീട്ടിലെത്തി ഹൃദ്രോഗിയായ സുബൈദയെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തെ തുടർന്ന് സുബൈദയുടെ ഇടത് ചെവിയുടെ ഭാഗത്ത് ചതവും നീർക്കെട്ടും ഉണ്ടായതോടെ കേൾവിശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. വനിതാ പോലീസില്ലാതെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ കയറി അതിക്രമം നടത്തിയത് പൊതുപ്രവർത്തകർ ചോദ്യം ചെയ്തു. ഇതേ തുടർന്ന് സുബൈദയെ ഭീഷണിപ്പെടുത്തിയാണ് SIയും കൂട്ടരും മടങ്ങിയത്. പല്ലല്ല ഇയാണ്ട് സഹിച്ചാളടി. പിന്നെ അത്രയും അനാവശ്യങ്ങളാണ് പറഞ്ഞത്. അന്റെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല, ഇത് പറ്റി ഇനിയും ചെയ്യും ഞാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്തൊരു 7 വർഷമായിട്ട് ഈ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്നൊരു ആളുണ്ട്. അയാളായിട്ട് 7 വർഷമായിട്ട് മദ്യപിച്ച് വന്നിട്ട് എന്നും എറിയലും ജനലും മുട്ടലും വാതിലും മുട്ടലൊക്കെയാണ് സ്ഥിരമായിട്ടുള്ളതാണത്. തനിക്ക് നീതി ലഭ്യമാക്കാൻ പൊന്നാനി CI ഓഫീസിലെത്തി പരാതിപ്പെട്ടിട്ടും SIക്കെതിരെ നടപടിയെടുക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നാണ് സുബൈദയുടെയും പേരമകൾ റജുലയുടെയും പരാതി. പോലീസിൽ നിന്നും നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് ഇരുവരും. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും പോലീസ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റിയും സംയുക്തമായി കുടുംബസഹായ നിധികൾ വിതരണം ചെയ്തു. പോലീസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ PA വത്സൽ കുടുംബസഹായ നിധികൾ കൈമാറി. പോലീസ് വനിതാ സെല്ലിൽ ASI ആയിരുന്ന ഗീതയുടെ കുടുംബത്തിനുള്ള സഹായനിധി, സംസ്ഥാന പോലീസ് ഹൌസിംഗ് സഹകരണ സംഘം CPA സഹായനിധി വിതരണം, ഡ്യൂട്ടിക്കിടെ മരണപ്പെട്ട കേരള ഹോംഗാർഡ് വിജയന്റെ കുടുംബത്തിനായി സേനാംഗങ്ങൾ സ്വരൂപിച്ചെടുത്ത തുക കൈമാറ്റവുമാണ് പോലീസ് ക്ലബ്ബിൽ നടന്നത്. ജില്ലാ പോലീസ് മേധാവി PA വത്സൻ കുടുംബസഹായനിധി കൈമാറി. KPA സംസ്ഥാന സെക്രട്ടറി GR അജിത്ത് CPA സഹായനിധി കൈമാറി. സംഘം ഇൻകം ടാക്സിന് ഇപ്പോൾ പേപ്പർ നൽകിയിരിക്കുകയാണ്. ഇൻകം ടാക്സിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കണം. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർക്ക് 1000 രൂപയിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ട്. 2000 രൂപയിൽ ചേരാൻ 5000 എത്ര രൂപ വേണമെങ്കിലും റിക്കലിംഗ് നൽകുവാൻ. ട്രാഫിക് സൌത്ത് ACP KP അബ്ദുൾ റസാഖ് വിജയന്റെ കുടുംബത്തിനുള്ള സഹായനിധി വിതരണം ചെയ്തു. ACPമാരായ AJ ബാബു, C അരവിന്ദാക്ഷൻ, PT ബാലൻ, വനിതാ സെൽ CI ഷാൻഡി സിറിയക്, KPOA ഭാരവാഹികളായ T ശോഭി, C വിനായകൻ, E ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. T അബ്ദുള്ള കോയ, K ധനേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊയിലാണ്ടി പേരാറ്റ രഞ്ജിത്തിന്റെ ദുരൂഹമരണത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കളും കർമ്മസമിതിയും രംഗത്ത്. തിരുക്കുറ്റിശ്ശേരിയിലുള്ള ഭാര്യ വീട്ടിൽ വിഷം ഉള്ളിൽ ചെന്ന നിലയിലാണ് രഞ്ജിത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മേപ്പയൂരിലെ നെടുമ്പൊയിൽ പേരാറ്റ രഞ്ജിത്തിന്റെ ഭാര്യ വീടായ തൃക്കുറ്റിശ്ശേരി തേയക്കളത്തിൽ പത്മനാഭന്റെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കാനിടയായ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കർമ്മസമിതി ആവശ്യപ്പെടുന്നു. 2014 സെപ്റ്റംബർ 10 വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ ഭാര്യ വീട്ടിൽ രഞ്ജിത്തിനെ കണ്ടത്. 2011 തൃക്കുറ്റിശ്ശേരി തേയക്കളത്തിൽ പത്മനാഭന്റെ മകൾ ദിവ്യശ്രീയെ ആര്യ സമാജത്തിൽ വെച്ച് രഞ്ജിത്ത് വിവാഹം ചെയ്തത്. പെൺകുട്ടിയുടെ വീട്ടുകാർ വിവാഹത്തെ എതിർത്തിരുന്നതായും രഞ്ജിത്തിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായി പിതാവ് പേരാറ്റ കുഞ്ഞിക്കണ്ണൻ പറയുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് എന്തോ പോയിസൺ കഴിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. അവിടുന്ന് തെക്കുരിശ്ശേരിയിൽ നിന്ന് ഇവിടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇവർ താമസിച്ച് ഞാൻ മെഡിക്കൽ കോളേജിൽ ആദ്യം എത്തുന്ന അവസരത്തിൽ അബോധാവസ്ഥയിൽ എന്ന് വെച്ചാൽ യാതൊരു ബോധവുമില്ല, അത്യാസന്ന നിലയിലാണ് ഒരാടെ എത്തിക്കുന്നത്. ഉറക്കുഗുളികയും മദ്യവും കഴിച്ചിരുന്നുവെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉറക്കുഗുളിക കഴിച്ചതായോ മദ്യപിച്ചതായോ രേഖപ്പെടുത്തിയിട്ടില്ല.
രഞ്ജിത്തിന്റെ കുടുംബാംഗങ്ങളുടെയും കർമ്മസമിതിയുടെയും പരാതിയെ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് വിടുകയായിരുന്നു. കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്നുവെങ്കിലും അന്വേഷണ കാര്യത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്നും കർമ്മസമിതി ആരോപിക്കുന്നു. ഇവനെ അപായപ്പെടുത്താൻ ശ്രമിച്ച പഞ്ചായത്ത് മെമ്പറും അവിടെയുള്ള ആളുകളെ പോലീസ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യണമെന്നും കൃത്യമായി ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ തെളിയപ്പെടും. അതുകൊണ്ട് അവരൊക്കെ പ്രതികളെ ചോദ്യം ചെയ്ത് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം. അന്വേഷണം തുടങ്ങിയിട്ട് 1 വർഷമായി. അന്വേഷണം ഊർജിതമാക്കി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവർക്കും പരാതി നൽകിയിരിക്കുകയാണ് ബന്ധുക്കളും കർമ്മസമിതിയും. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാറിന്റെ ആഘോഷങ്ങൾ ഞങ്ങളെക്കാൾ മറ്റാർക്കറിയാം. സിൽക്കി വെഡിങ്സ്, സ്വപ്നനഗരി, കോഴിക്കോട്. ഇപ്രാവശ്യമെങ്കിലും മനസ്സ് നിറഞ്ഞ് സ്വർണ്ണം എടുക്കണം കേട്ടോ. കഴിഞ്ഞ തവണ തന്നെ മനസ്സിന് ഒട്ടും തൃപ്തിയായില്ല. അതെങ്ങനെയാ? ആകെ 5 എണ്ണം കണ്ടിട്ട് അതിൽ നിന്ന് 1 തിരഞ്ഞെടുക്കാൻ പറഞ്ഞ മനസ്സിന് എങ്ങനെ തൃപ്തി വരും? കാശ് എണ്ണിക്കൊടുത്ത് വാങ്ങിക്കണതല്ലേ. കഴിഞ്ഞ തവണ നമ്മൾ നിറയെ കടകളിൽ കയറി ഇറങ്ങി, എന്നിട്ട് മനസ്സിന് പിടിച്ചത് കിട്ടിയില്ല. ബുദ്ധിയുള്ളവർ കല്യാൺ ജ്വല്ലേഴ്സിൽ പോകും. അവിടെ ആവുമ്പോ നമുക്ക് തിരഞ്ഞെടുക്കാം ആയിരക്കണക്കിന് ഡിസൈനുകളിൽ നിന്ന്. അതാണ് പുതിയ വലിയ കളക്ഷൻ ഉൾപ്പെടെ 7 പുതുമകളുമായി കല്യാൺ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കാലിക്കറ്റ്. എന്നാലേ ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ. കല്യാൺ സിൽക്സിൽ. കല്യാൺ സിൽക്സ് ഓണോത്സവം 2015. ദിവസേന നേടൂ സ്കൂട്ടർ, TV, വാഷിംഗ് മെഷീൻ, AC, സ്മാർട്ട് ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ. ആഴ്ചതോറും നേടൂ കാർ. ബമ്പർ സമ്മാനം 101 പവൻ സ്വർണം. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടി. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. LIC എന്ന പ്രസ്ഥാനം വൻ സാമ്പത്തിക ലാഭം നേടുമ്പോൾ അതിന്റെ വളർച്ചയിൽ മുഖ്യ പങ്കാളികളായ ഏജന്റുമാരുടെ ജീവിത സാഹചര്യങ്ങൾ കുറഞ്ഞുവരികയാണെന്ന് ഓൾ ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ്സ് ഫെഡറേഷൻ സെൻട്രൽ സെക്രട്ടറി കെ അബ്ദുൾ സമദ്. LIC ഏജന്റ്സ് ഫെഡറേഷൻ കോഴിക്കോട് ബ്രാഞ്ച് 1ന്റെ 29ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടനാ ജില്ലാ പ്രസിഡന്റ് കെ ജയപ്രകാശൻ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ 14 ലക്ഷത്തിലധികം ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട്. LIC എന്ന പ്രസ്ഥാനത്തിന്റെ ഇന്ന് കാണുന്ന മുന്നേറ്റത്തിൽ ഏജന്റുമാരുടെ പങ്കാളിത്തമുണ്ട്. ഏജന്റുമാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി കഴിഞ്ഞ 29 വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ. സംഘടനയുടെ കോഴിക്കോട് ബ്രാഞ്ച് 1ന്റെ 29ാം വാർഷിക സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. AILIAF സെൻട്രൽ സെക്രട്ടറി കെ അബ്ദുൾ സമദ് ഉദ്ഘാടനം ചെയ്തു. LIC എന്ന സ്ഥാപനം വൻ സാമ്പത്തിക ലാഭം നേടുമ്പോൾ അതിന്റെ വളർച്ചയിൽ മുഖ്യ പങ്കാളികളായ ഏജന്റുമാരുടെ ജീവിത സാഹചര്യങ്ങൾ കുറഞ്ഞു വരികയാണെന്ന് കെ അബ്ദുൾ സമദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 19 വർഷക്കാലമായി LIC അത് പടിപടിയായി മുന്നോട്ട് പോകുമ്പോൾ ഇത് ജോലി ചെയ്യുന്ന വിഭാഗം ആ പടി 18ാം പടി കീഴ്പോട്ടിറങ്ങുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്. ഇതിനുള്ള പ്രധാന കാരണം എന്താ? ഏജന്റ് സമൂഹമാണ്. പ്രസിഡന്റ് കെ ജയപ്രകാശൻ പതാക ഉയർത്തി. സെക്രട്ടറി MK ശ്രീനാഥ് അധ്യക്ഷനായിരുന്നു. സംഘടനാ ഭാരവാഹികളായ രമേശ് NK, M രാമദാസ്, അജിത് കുമാർ പൊന്നേമ്പറമ്പത്ത്, കെ സൂര്യപ്രഭ, കെ അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വൈസ് പ്രസിഡന്റ് ലത K നന്ദി പ്രകടനം നടത്തി.
തിരൂർ മലയാളം സർവകലാശാലയിലെ ആദ്യ ബാച്ച് പുറത്തിറങ്ങി. 93 വിദ്യാർത്ഥികളാണ് പ്രഥമ ബാച്ചിൽ ബിരുദാനന്തര ബിരുദം നേടിയത്. തിരൂർ അക്ഷരം ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ബിരുദദാനം നിർവഹിച്ചു. ഭാഷാ പിതാവായ തുഞ്ചന്റെ മണ്ണിൽ 2013 ആരംഭിച്ച മലയാളം സർവകലാശാലയിലെ 93 വിദ്യാർത്ഥികളടങ്ങുന്ന പ്രഥമ ബാച്ച് പുറത്തിറങ്ങി. ഔപചാരികതകൾ പൂർണ്ണമായും ഒഴിവാക്കി മലയാള തനിമ വിളിച്ചോതുന്നതായിരുന്നു ബിരുദദാന ചടങ്ങ്. തിരൂർ അക്ഷരം ക്യാമ്പസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഗവർണറും മറ്റ് അതിഥികളും വിദ്യാർത്ഥികളും കേരളീയ വസ്ത്രം ധരിച്ചെത്തിയത് സദസ്സിനെ ആശ്ചര്യപ്പെടുത്തി. ചാൻസലർ കൂടിയായ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ബിരുദദാനം നിർവഹിച്ചു. മലയാളം യൂണിവേഴ്സിറ്റി ഐ അഡ്മിറ്റ് യു ഓൾ ടു ദ മാസ്റ്റർ ഡിഗ്രി ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ഐ അർജ് that you prove yourself worthy of the honor conferred on you. 5 വിഭാഗങ്ങളിലായി 93 പേർക്കാണ് മാസ്റ്റർ ബിരുദം നൽകിയത്. തിരഞ്ഞെടുത്ത 5 മികച്ച വിദ്യാർത്ഥികൾക്ക് 25,000 രൂപ വീതമുള്ള അവാർഡുകളും ചടങ്ങിൽ സമ്മാനിച്ചു. കോഴ്സ് കഴിഞ്ഞിറങ്ങിയ 40 പേർക്ക് ഇതിനോടകം ജോലി ലഭിച്ചിട്ടുണ്ട്. ചടങ്ങിൽ പ്രോ ചാൻസലർ കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ്ബ്, വൈസ് ചാൻസലർ കെ ജയകുമാർ, സി മമ്മൂട്ടി MLA എന്നിവർ സംബന്ധിച്ചു. എലത്തൂർ മണ്ഡലത്തിൽ ശുചിത്വ ഗ്രാമം മാലിന്യമുക്ത ഗ്രാമം പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാകുന്നു. മാലിന്യമുക്ത പദ്ധതി എലത്തൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കി വരികയാണ്. ശുചിത്വ ഗ്രാമം സുന്ദരഗ്രാമം എന്ന സന്ദേശവുമായി ചേളന്നൂർ ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച അജൈവ പാഴ്വസ്തുക്കളിൽ 10 ലോഡ് കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി. AK ശശീന്ദ്രൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരവും നദികളും പുഴകളും അന്തരീക്ഷവും മാലിന്യമുക്ത അന്തരീക്ഷവും പുഴകളും നദികളുമാക്കി മാറ്റിയെടുക്കാൻ കഴിയും. അങ്ങനെയാണ് എന്റെ ഗ്രാമം ശുചിത്വ ഗ്രാമം എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ആത്മാർത്ഥമായി നടന്നു കയറാനാവുക എന്ന കാര്യം മാത്രം. പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീധരൻ അധ്യക്ഷം വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഗൌരി പുതിയോത്ത്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ RM ഹർഷവർദ്ധനൻ, P സുരേഷ് കുമാർ, BV മുസ്തഫ, മെമ്പർമാരായ TK സോമനാഥൻ, A സുനിൽ പ്രകാശ്, CDS ചെയർപേഴ്സൺ V രജനി, UK വിജയൻ, TP മുസ്തഫ, P പ്രദീപ് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലോക സാക്ഷരതാ ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കക്കോടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. കക്കോടി ഗ്രാമപഞ്ചായത്തിന്റെയും കക്കോടി ഗ്രാമീണ വായനശാലയുടെയും സഹകരണത്തോടെയാണ് ദിനാചരണ പരിപാടികൾ നടന്നത്. ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബൂബക്കർ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായി 1991 കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി മാറി. 2015 കേരളം സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സംസ്ഥാനമായി മാറിക്കൊണ്ട് ലോകത്തിനു മുൻപിൽ ഒരിക്കൽ കൂടി മാതൃകയാവുകയാണ്. 4, 7, 10, +2 തലം വരെ തുല്യതാ കോഴ്സുകൾ വിജയകരമായി നടപ്പിലാക്കി വരികയാണ് സാക്ഷരതാ പ്രവർത്തനത്തിലൂടെ. ഔപചാരിക വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കാതെ പോയവർക്കും പഠനം പാതി വഴിയിൽ നിലച്ചുപോയവർക്കും തുടർ പഠനത്തിന് അവസരം നൽകുക വഴിയാണ് സാക്ഷരതാ മിഷൻ ശ്രദ്ധേയമായ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ ലോക സാക്ഷരതാ ദിനം കക്കോടി ഗ്രാമപഞ്ചായത്തിന്റെയും കക്കോടി ഗ്രാമീണ വായനശാലയുടെയും സഹകരണത്തോടെ കക്കോടി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബൂബക്കർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അവരെ പഠിപ്പിച്ചതിന് പ്രയോജനം ഉണ്ടായി. മുമ്പ് നമ്മൾ അവരെല്ലാം ഏത് സ്ഥലത്ത് ഒപ്പിടണമെങ്കിലും അവിടെ ഒരു പേരും അതേപോലെ തന്നെ മഷി ഉണ്ടാവും. എന്നിട്ട് ഇടത്തെ കൈവരല് അതിൽ അമർത്തിയിട്ടാണ് നമ്മൾ ഒപ്പിടിച്ചിരുന്നത്. ഇന്ന് നമ്മൾ അതിൽ നിന്ന് മോചിതരായി. കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിത മനോജ് അധ്യക്ഷം വഹിച്ചു. ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ MD വത്സല, ജില്ലാ പഞ്ചായത്ത് അംഗം മക്കടോൽ ഗോപാലൻ, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK രാജേന്ദ്രൻ, V മുകുന്ദൻ, M രാമദാസൻ, EP രത്നാകരൻ, M സുധാകരൻ, ഉഷ, സുജിത VK, പുഷ്പ, വാസുദേവൻ E, മാലതി എന്നിവർ സംബന്ധിച്ചു. പരിപാടിയോടനുബന്ധിച്ച് കോട്ടക്കൽ ഭാസ്കരനും സംഘവും അവതരിപ്പിച്ച നാട്ടറിവ് പാട്ടുകളും നടന്നു. മലപ്പുറം ചെമ്മാട് പരപ്പനങ്ങാടി റൂട്ടുകളിലോടുന്ന ബസ്സുകളിലെ ജീവനക്കാർ വിദ്യാർത്ഥികളെ അവഗണിക്കുന്നതായി പരാതി. ഇരുട്ടിന് മുൻപ് വീട്ടിലെത്താൻ ബസ് ജീവനക്കാർ കനിയണമെന്ന സ്ഥിതിയാണ്. പല ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളോട് വളരെ മോശമായാണ് പെരുമാറുന്നതെന്ന ആക്ഷേപവുമുണ്ട്. രാവിലെയും വൈകുന്നേരങ്ങളിലും സ്കൂൾ യൂണിഫോം അണിഞ്ഞ വിദ്യാർത്ഥികളെ കണ്ടാൽ ബസ് ജീവനക്കാർക്ക് കലിയാണ്. വിദ്യാർത്ഥികളെ കണ്ടാൽ ബസ്സുകൾ നിർത്താതെ പോകുന്നതുകൊണ്ട് സമയത്തിന് ക്ലാസ്സിലെത്താനും തിരിച്ച ഇരുട്ടുന്നതിന് മുൻപ് വീട്ടിലെത്താനും കഴിയുന്നില്ല. ഇനി നിർത്തിയാൽ തന്നെ മറ്റു യാത്രക്കാർക്കൊപ്പം കയറിയാൽ തള്ളിപ്പുറത്താക്കും. വിദ്യാർത്ഥികളോട് വളരെ വിവേചനവും അനീതിയുമാണ് ബസ് ജീവനക്കാർ കാണിക്കുന്നത്. ഇത് ചെമ്മാട് ടൗണിൽ വിദ്യാർത്ഥികൾ ബസ് കയറുന്ന കാഴ്ചയാണ്. കയറുന്നതിന് മുമ്പ് തന്നെ ബസ് മുന്നോട്ടെടുത്ത കയറിപ്പറ്റാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളെ തള്ളിമാറ്റുകയാണ് ജീവനക്കാരൻ.
മാസങ്ങൾക്ക് മുൻപ് ഇവിടെ വെച്ച കയറുന്നതിന് മുൻപ് മുന്നോട്ടെടുത്ത ബസ് കയറി വിദ്യാർത്ഥി മരിച്ചിരുന്നു. എന്നാൽ ബസ് ജീവനക്കാരുടെ ഈ ക്രൂരത ഇനിയും തുടരുകയാണ്. പോലീസിന്റെ സഹായത്തോടെയാണ് പലപ്പോഴും ബസ്സിൽ കയറാൻ സാധിക്കാറുള്ളൂ. എന്നാൽ ഇവിടെ പോലീസിന്റെ സാന്നിധ്യമില്ലാതായിട്ട് മാസങ്ങളായി. മഴയത്തായാലും വെയിലത്തായാലും ബസ് പോകാനൊരുങ്ങുന്നത് വരെ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് വിദ്യാർത്ഥികൾക്ക്. ബസ് പോകാനൊരുങ്ങുമ്പോൾ പേരിന് മാത്രം 4-5 കുട്ടികളെ കയറ്റുകയാണ് പതിവ്. മുതിർന്ന പെൺകുട്ടികളടക്കം ബസ് ജീവനക്കാരുടെ കനിവിനായി അങ്ങാടികളിൽ കാത്തുകെട്ടി നിൽക്കുന്ന കാഴ്ച ദയനീയമാണ്. വിദ്യാർത്ഥികൾക്ക് സർക്കാർ നൽകി വരുന്ന സൗജന്യ യാത്രാ നിരക്കാണ് ബസ് ജീവനക്കാർക്ക് വിദ്യാർത്ഥികളോടുള്ള വിരോധത്തിന് കാരണം. ഒരിടവേള കൂടി, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. അച്ഛാ, എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കേരള സഹൃദയ മണ്ഡലം സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള സഹൃദയ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സഹൃദയ മണ്ഡലം സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള സഹൃദയ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാധ്യമ പുരസ്കാരം നേടിയ പ്രദീപം മുഖ്യപത്രാധിപർ ഡോക്ടർ AV പ്രകാശിന് സാഹിത്യകാരൻ UA ഖാദർ പുരസ്കാരം സമ്മാനിച്ചു. കേരള സഹൃദയ മണ്ഡലം സംസ്ഥാന ചെയർമാൻ NK ലത്തീഫ് അധ്യക്ഷം വഹിച്ച ചടങ്ങ് ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ഏത് പ്രായത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളവും ലഭിക്കുന്ന അംഗീകാരങ്ങളും അനുമോദനങ്ങളും സമൂഹത്തിനുതകുന്ന പ്രവർത്തനങ്ങൾ വളരെ സജീവമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രേരണയും പ്രോത്സാഹനമായി തീരും എന്നതാണ് യാഥാർത്ഥ്യം. ആ രീതിയിൽ ഇന്ന് അവർക്ക് ലഭിക്കുന്ന പുരസ്കാരങ്ങൾ അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ കൂടുതൽ മികവ് തെളിയിക്കാൻ സഹായിക്കുന്ന ഊർജമായി അനുഭവപ്പെടട്ടെ. ഡോക്ടർ ഷാമില അഹമ്മദ് ഷാജി ഖത്തർ, P ഇസ്മായിൽ കുട്ടി മദനി, KA മുഹമ്മദ് കറുകപ്പാടത്ത്, PM മുരളീധരൻ ആനാമ്പുഴ എന്നിവരും വിവിധ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. സംഘാടക സമിതി ചെയർമാൻ M രാജൻ, PR നാഥൻ, ആറ്റക്കോയ പള്ളിക്കണ്ടി, KA ജബ്ബാരി, AV കുഞ്ഞാമു, ഡോക്ടർ AV പ്രകാശ്, P അനിൽബാബു എന്നിവർ സംസാരിച്ചു. മുൻ മന്ത്രി PP ഉമ്മർകോയയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഉമ്മർകോയ ഫൌണ്ടേഷൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തി. ഉമ്മർകോയ സ്മാരക അവാർഡ് മുൻ മന്ത്രി M കമലത്തിന് ഡോക്ടർ MGS നാരായണൻ സമ്മാനിച്ചു. വാക്കിലും പ്രവൃത്തിയിലും ആത്മാർത്ഥത പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഉമ്മർകോയ എന്ന് MGS അനുസ്മരിച്ചു. പ്രമുഖ ഗാന്ധിയനും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന PP ഉമ്മർകോയയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് PP ഉമ്മർകോയ ഫൌണ്ടേഷൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തി. ഡോക്ടർ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വാക്കിലും പ്രവൃത്തിയിലും ആത്മാർത്ഥത പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഉമ്മർകോയെന്ന് MGS അനുസ്മരിച്ചു. ഇന്നത്തെ കാലത്ത് പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും എന്നതാണ് പലരുടെയും രീതി. ഇതിൽ നിന്നും വ്യത്യസ്തരായവരാണ് ഉമ്മർകോയും അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരത്തിന് അർഹയായ മുൻമന്ത്രി M കമലവുമെന്നും MGS പറഞ്ഞു. പ്രവർത്തനത്തിൽ അതുപോലെ എപ്പോഴും ഇല്ല. പ്രസംഗത്തിലൂടെ ആദർശങ്ങളൊക്കെ പൊട്ടിപ്പിടിക്കാൻ ഒരുപാട് ആളുകൾക്ക് സാധിക്കാത്ത വലിയ വാഗ്മികൾ പ്രസംഗ പാഠമുള്ള ധാരാളം പക്ഷേ പലപ്പോഴും പ്രസംഗ വൈഭവവും പ്രവർത്തന ശുദ്ധി ഏതൊരു ദിശകളിലാണ്. പുരസ്കാര സമർപ്പണവും MGS നാരായണൻ നിർവഹിച്ചു. AK ശശീന്ദ്രൻ MLA പ്രശസ്തി പത്രം നൽകി. ഫൌണ്ടേഷൻ പ്രസിഡന്റ് KV കുഞ്ഞമ്മദ് അധ്യക്ഷം വഹിച്ചു. സാഹിത്യകാരൻ UK കുമാരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫൌണ്ടേഷൻ ജനറൽ സെക്രട്ടറി TK ആസീസ്, വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ K മൊയ്തു, കട്ടയാട്ട് വേണുഗോപാൽ, M കമലം എന്നിവർ സംസാരിച്ചു.
ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ കോഴിക്കോട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥിനിക്ക് സ്വീകരണം നൽകി. AITUC ഹാളിൽ നടന്ന പരിപാടിയിൽ ഇപ്റ്റ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ടി വി ബാലൻ ഉപഹാരം സമർപ്പിച്ചു. ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ കോഴിക്കോട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വി നവ്യയ്ക്ക് സ്വീകരണം നൽകി. കോഴിക്കോട് AITUC ഹാളിൽ നടന്ന പരിപാടിയിൽ ഇപ്റ്റ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും CPI ജില്ലാ സെക്രട്ടറിയുമായ ടി വി ബാലൻ ഉപഹാരം സമർപ്പിച്ചു. നമ്മുടെ സമൂഹത്തിൽ അതിപ്രശസ്തന്മാരായിട്ടുള്ള ഇന്ത്യയിലെ ഒട്ടനവധി പാട്ടുകൾ ചിട്ടപ്പെടുത്തിയ നമ്മുടെ ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയ രവീന്ദ്രനാഥ ടാഗോർ ഉൾപ്പെടെ, അതുപോലെ സാരേ ജഹാംസെ അച്ച എന്ന് പറയുന്ന ഇറ്റയുടെ ഗാനമാണ് പണ്ഡിറ്റ് രവിശങ്കർ. അതുപോലെ വെലികുടീരങ്ങളെ എന്ന് പറയുന്നത് ഇറ്റയുടെ ഗാനമാണ്. ഇറ്റ വയലാറും ദേവരാജനും ചേർന്ന് എഴുതുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്. അഡ്വക്കേറ്റ് വി രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. CP സദാനന്ദൻ, KG പങ്കജാക്ഷൻ, ശാന്തമ്മ ടീച്ചർ, CM കേശവൻ, സുബ്രഹ്മണ്യൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇനി ബിസിനസ് വാർത്തകൾ. കോഴിക്കോടിന്റെ സൌന്ദര്യം കൂട്ടാൻ ആകൃതിയെത്തി. ജിമ്മിൽ പോകാതെ, ഇഷ്ടഭക്ഷണം ഒഴിവാക്കാതെ ആകാരവടിവ് വീണ്ടെടുക്കാൻ ആകൃതി സ്ലിമ്മിംഗ് സെന്റർ ചേവായൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. നടൻ ആസിഫ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. ഭക്ഷണപ്രേമികളായ സൌന്ദര്യാരാധകർക്ക് ജിമ്മിൽ പോകാതെ ആകാരവടിവ് വീണ്ടെടുക്കാൻ ആകൃതി സ്ലിമ്മിംഗ് സെന്റർ കോഴിക്കോട് ചേവായൂർ VH ക്രൌണിൽ പ്രവർത്തനം ആരംഭിച്ചു. നടൻ ആസിഫ് അലി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാർശ്വഫലങ്ങളില്ലാത്ത ഫിസിയോതെറാപ്പിയിൽ അധിഷ്ഠിതമായ ഉപാധികളാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതിനായി വിദഗ്ധ തെറാപ്പിസ്റ്റുകളുടെയും ഡോക്ടർമാരുടെയും സേവനവും ലഭ്യമാണ്. മരുന്നുകളുടെയും ക്രാഷ് ഡയറ്റിംഗിന്റെയും കഠിന വ്യായാമ മുറകളുടെയും സഹായമില്ലാതെ കൊഴുപ്പിനെ എരിച്ചു കളയാവുന്ന ഈ രീതിയിലൂടെ 15 ദിവസം കൊണ്ട് 5 കിലോ വരെ കുറയ്ക്കാനാകുമെന്ന് സാരഥികളിലൊരാളായ ചലച്ചിത്രതാരം ലെന പറഞ്ഞു. ആകൃതി ഒരു ഫിസിയോതെറപ്പി ബേസ്ഡ് സ്ലിമ്മിംഗ് ക്ലിനിക്കാണ്. ഇവിടെ ജിം അല്ല, ബ്യൂട്ടി പാർലർ അല്ല. ഇത് ഫിസിയോതെറപ്പി ബേസ്ഡ് വളരെ സയന്റിഫിക് ആയിട്ടുള്ള സ്ലിമ്മിംഗ് പ്രോസസ്സാണ്. 15 ദിവസം കൊണ്ട് 5 കിലോ വരെ കുറയ്ക്കാം. ആകൃതിയിൽ വന്നാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടും. ലെനയും സുഹൃത്തുക്കളായ വൃന്ദ, ലൂയിസ എന്നിവരും ചേർന്നാണ് ആകൃതിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ആകൃതി, 2nd ഫ്ലോർ, VH ക്രൌൺ, ചേവായൂർ, കാലിക്കറ്റ്. ഫോൺ 0495 6060 ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി തെപ്പരഥോത്സവം സെപ്റ്റംബർ 13 മുതൽ 17 വരെ 5 ദിവസങ്ങളിലായി വ്യത്യസ്തമായ വൈദിക ദൈവിക ചടങ്ങുകളോടുകൂടി ആഘോഷിക്കും. സെപ്റ്റംബർ 13 രാവിലെ അഷ്ടദ്രവ്യക്കൂട്ട് മഹാഗണപതി ഹോമത്തോടുകൂടി ആരംഭിക്കുന്ന ഉത്സവത്തിൽ എല്ലാ ദിവസവും അഷ്ടദ്രവ്യക്കൂട്ട്, മഹാഗണപതി ഹോമം, ഗജപൂജ, കാവടി പൂജ, നാഗപൂജ, നവഗ്രഹ പൂജ തുടങ്ങിയവയും ഉണ്ടാകും. സെപ്റ്റംബർ 17 വിനായക ചതുർത്ഥി ദിവസം നടക്കുന്ന അഷ്ടദ്രവ്യക്കൂട്ട് മഹാഗണപതി ഹോമ വഴിപാടിൽ 10,000 പങ്കെടുക്കും. ക്ഷേത്രത്തിലൊരുക്കുന്ന വൈദ്യുത ദീപാലങ്കാരത്തിന്റെ ആദ്യ പ്രദർശനം സെപ്റ്റംബർ 12 ശനിയാഴ്ച നടക്കും. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ജില്ലാതല മെമ്പർഷിപ്പ് വിതരണ ക്യാമ്പയിൻ ഉദ്ഘാടനമാണ് നടന്നത്. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ക്യാമ്പയിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം CV ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി CK വിജയൻ, റഫീഖ്, മേച്ചേരി ബാബുരാജ്, ഷൈജു ചീക്കിലോട് തുടങ്ങിയവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിപ്പൂർ വിമാനത്താവളത്തോട് അധികൃതർ കാട്ടുന്ന അനാസ്ഥയ്ക്കെതിരെ കോഴിക്കോട്ട് നടക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 2ാം ദിവസത്തിലേക്ക്. കൊയിലാണ്ടി സ്വദേശി രഞ്ജിത്തിന്റെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കളും കർമ്മസമിതിയും രംഗത്ത്. പോലീസുകാരിൽ നിന്നും അകാരണമായി മർദ്ദനമേറ്റ നാക്കോല സ്വദേശിനിയായ വൃദ്ധ മർദ്ദിച്ചവർക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങുന്നു.
ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.